Good afternoon, all. Good afternoon. Good afternoon. Good afternoon. Yeah, good afternoon. Okay. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിലപ്പോ പ്രൊപ്പോസിഷൻസ് കംപ്ലീറ്റ് ആയി അല്ലേ? മാം ആരും മ്യൂട്ട് ചെയ്തിട്ടില്ല, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ജിനൂന്ന് പറഞ്ഞിട്ട് ആരോ മ്യൂട്ട് ചെയ്തിട്ടു. സീരിയൽ കാണാം മിസ്. എന്തോ സീരിയൽ കാണാ, സീരിയൽ ആവുന്നുണ്ട് ഏഷ്യാനെറ്റ്. അതാ ഡിസ്റ്റർബൻസ്. ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ പ്രൊപ്പോസിഷൻസ് കംപ്ലീറ്റ് ആയി. എല്ലാവർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? യെസ് മാം. യെസ്. നമുക്കിന്ന് വേറൊരു ടോപ്പിക് നോക്കാം. ഓക്കെ, ടുഡേ we are going to talk about tensors. Tensors ആണ്, ടെൻസ്ഡ് അല്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ടെൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. റെഡി ആണോ എല്ലാവരും? ക്ലാസ്സിൽ ആക്റ്റീവായിട്ടിരിക്കണം. ഓക്കെ, റെസ്പോണ്ട് ചെയ്യണം, ആക്റ്റീവായിട്ടിരിക്കണം. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് ബോറടിക്കാണ്ട് പോവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പറയുമ്പോൾ അൺമ്യൂട്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാം.
ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കുമ്പോ മ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, യാ. അപ്പോ ടെൻസ് ഏതൊക്കെയാണ്? ടെൻസസ് ഏതൊക്കെയാണ്? Past tense, present tense, future tense. Yeah, past, present, future. Okay. So tense എന്ന് പറയുന്നത് തന്നെ എന്താ? ടൈം ആണ്. അങ്ങനെ വിചാരിക്കുക അല്ലെ? Tenses in English tell us about the time of an action. Okay. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എപ്പോഴും ചിലപ്പോൾ കഴിഞ്ഞ പോയതായിരിക്കാം, അല്ലെങ്കിൽ വരാൻ പോണതായിരിക്കാം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കാം. അപ്പോഴൊരു ടൈം അല്ലേ? ആക്ഷൻ ചെയ്യുമ്പോൾ ടൈം ഉണ്ട് അല്ലെ? ആ ടൈം ഒക്കെ നമ്മൾ പറയുമ്പോൾ അത് ടെൻസ് ഉപയോഗിച്ചാണ് പറയാറ് അല്ലെ? കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും അല്ലെ? വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കും. ശരിയാണോ? സോ tenses in English tell us about the times of an action. So there is an action, the work being done at a certain time. അല്ലെ? ഇപ്പൊ എന്താ നമുക്കിങ്ങനെ ചോദിക്കാം അല്ലെ? Is the action be done now? Was it done earlier? So and has it already been completed? Is it yet to start? അല്ലെ? നമ്മൾ എന്താ വർക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ അത് നേരത്തെ കഴിഞ്ഞോ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയോ, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോവുകയാണോ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ എന്താ ഇത്രയും ടെൻസ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ശരിയല്ലേ? അപ്പോ this is what tense will tell us. Basically tense is equal to time. Clear? So time has three broad categories. They are past, present, future. ശരിയാണോ? ടൈം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സമയമുണ്ട്, വരാൻ പോകുന്ന സമയമുണ്ട്. ഈ ടൈം ഉദ്ദേശിക്കുന്നത് നിങ്ങളും എക്സാക്ട്ലി ആ ഒരു സമയമല്ല കേട്ടോ, ഓരോ ഇൻസിഡൻസ്, ഓരോ സിറ്റുവേഷൻസ്. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഈ ടൈം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ് ഓർ നോ? യെസ്. Okay, past which is already finished. അല്ലെ? കഴിഞ്ഞു പോയ കാര്യമാണ് past എന്ന് പറയുന്നത്. So yesterday, 2 days ago, last month, ഇതെല്ലാം എന്താണ്? കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. Second category is present. Present is now, today, this moment, this year, this month. The last one is future, which yet to begin. വരാൻ പോകുന്ന കാര്യമാണ് അല്ലെ? Yet to begin. So tomorrow, next month, next week, next year. ഇതൊക്കെ എന്താണ്? ഫ്യൂച്ചർ ആണ്. Okay, next one നോക്കൂ. There are 4 types of actions. എന്താണ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ? സിമ്പിൾ ആക്ഷൻസ് ഉണ്ട്, കണ്ടിന്യൂസ് ആക്ഷൻസ് ഉണ്ട്, സോ പെർഫെക്റ്റ് ആക്ഷൻസ് ഉണ്ട്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സോ ആക്ഷൻസ് നോക്കൂ. Simple actions means kind of universal. Universal truth ആണെന്നൊക്കെ പറയാം. Okay, I dance, he runs, she walks. These like a universal statement about the activity. So we can say it is simple statement. അല്ലെ? We are not talking about it's over. അല്ലെ? കഴിഞ്ഞിട്ടില്ല. Not or not dancing right now or not finished dancing. It's just a simple statement of action. A simple statement. So I dance, I am a teacher, എന്നൊക്കെ പറയുന്ന ഒരു simple statement ആണ്. So അതൊക്കെയാണ് simple actions വരാ. Okay, 85% of spoken English actually uses the simple oriented tense. അല്ലേ? നമ്മൾ 85% ആൾക്കാർ നമ്മൾ പറയുന്നത് സിമ്പിൾ ആ ഒരു ഓറിയന്റഡ് ടെൻസിലാണ്. നമ്മൾ സംസാരിക്കുന്നത് പോലും സിമ്പിൾ ടെൻസിലാണ് അല്ലെ? ഇൻഫാക്ട് you read newspaper or books, chance you going to read a lot of simple present tense അല്ലെ? നമ്മളിപ്പോ ബുക്ക് വായിച്ചാലും ന്യൂസ് പേപ്പർ വായിച്ചാലും നമ്മൾ കാണുന്നത് എന്താ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കുന്നല്ല ആണ്. ശരിയല്ലേ? അപ്പൊ അതൊക്കെയാണ് സിമ്പിളിൽ വരാം.
Okay. Next ഏതാണ്? Continuous. Second type of action is continuous or progressive എന്ന് പറയാം അല്ലെ. That means it's happening right now. അല്ലെ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കാം അല്ലെ. The action is still going on. It is a continuous process. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. അത് ഇപ്പോ കുറച്ച് ഒരു ടൈം കഴിഞ്ഞ് നമുക്ക് അവസാനിക്കുകയും ചെയ്യാം അല്ലെ. ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കൂ, ഐ ആം ടീച്ചിങ്. ഇപ്പോൾ now I'm teaching you tenses. The continuous process ആണ് അല്ലെ. Then you are learning English grammar. These are continuous process അല്ലെ. So these are long-term actions. They're gonna take time to get over. The process is continuing. കുറച്ച് ടൈം ഉള്ളൂ. ഇപ്പൊ ഞാനിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞാൽ അത് അവസാനിക്കും. സോ എന്നാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്ന പ്രോസസ് ആണെന്ന് പറയാം. That means the continuous action. Okay. The third one is perfect. And the third type of action is perfect. Perfect means something that is complete. Complete ആയതാണ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ നോക്കൂ, I have done my homework. That means I have completed all my homework. Complete ആയി അല്ലെ. അതാണ് ഇത് പറയുന്നത്. We have gone for a walk. നമ്മൾ നടക്കാൻ പോയിരുന്നു. കംപ്ലീറ്റ് ആയി. അപ്പൊ കംപ്ലീറ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യുക. Then perfect continuous. The last one is the fourth type of action is perfect continuous, which is used very rarely. Which is used rarely. നമ്മൾ സാധാരണ കൂടുതൽ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യാത്തതാണ് ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. Okay. He has been working on the project for 6 hours and is finally finished. എന്ന് പറയുമ്പോൾ the continuous action that started in the past is completed. 6 മണിക്കൂറായിട്ട് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. ബട്ട് is finally finished. എന്താ, അത് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇങ്ങനെ പറയുന്നതിനൊക്കെ നമ്മള് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അവിടെ എന്താണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എപ്പോഴും ഇപ്പോ ഹാസ് അല്ലെങ്കിൽ ഹാവിന്റെ കൂടെ എപ്പോഴും ബീൻ ഉണ്ടായിരിക്കും. ബീൻ ഇവിടെ നോക്കൂ, ഹി ഹാസ് ബീൻ അല്ലെ, ഹാസിന്റെ കൂടെ ബീൻ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ആ ബീൻ കഴിഞ്ഞതിന് ശേഷം ഒരു ING ഫോം ഉണ്ടായിരിക്കും. ഇവിടെ നോക്കൂ, വർക്കിംഗ് ING ഫോം ഉണ്ടായിരിക്കും. അത് കണ്ടിന്യൂയിങ് ആണ് അല്ലെ, വർക്കിംഗ്. അപ്പൊ അങ്ങനെ ഒരു ING ഫോം കൂടെ അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഇത്രയും പറയുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും? റിപ്പീറ്റ് ചെയ്യാമോ മാം? ഇന്നൊരിക്കൽ പാസ്റ്റ് അല്ല, ഇത് പെർഫെക്റ്റ് ഫാസ്റ്റ് അല്ല, പെർഫെക്റ്റ്. ഇതന്നെ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കോ? ഇപ്പൊ സിമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് വേർഡ് പറയാം. ഐ ആം ടീച്ചിങ്, ഐ ആം ലേണിംഗ്, ഐ ആം ഡാൻസ്, ഐ ഡാൻസ്, ഹി റൺസ്. ഇതൊക്കെ സിമ്പിൾ വേർഡ് ആണ്. അങ്ങനെ പറയാൻ ഈ സിമ്പിൾ ഉപയോഗിക്കാം. കണ്ടിന്യൂസ്, ആ വേർഡ് ശ്രദ്ധിക്കും. കണ്ടിന്യൂസ് മീൻസ് കണ്ടിന്യൂ ചെയ്ത കാര്യങ്ങൾ പറയാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യും. പെർഫെക്റ്റ്, കഴിഞ്ഞ കാര്യം, നമ്മളിത് ചെയ്ത് കഴിഞ്ഞു, ആ ചെയ്ത് കഴിഞ്ഞ കാര്യം പറയാനായിട്ട് പെർഫെക്റ്റ് യൂസ് ചെയ്യും. പെർഫെക്റ്റ് കണ്ടിന്യൂസ് മീൻസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത കാര്യമായിരിക്കും, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് ആയി എന്ന് പറയാനും പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നോക്കൂ, പ്രസന്റ്. ഫസ്റ്റ് ഏതാണ്? പ്രസന്റ് നോക്കാം അല്ലെ. പ്രസന്റ് ടെൻസില് ഫസ്റ്റ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ് നോക്കൂ. About 70% of spoken English is present tense. And present simple tense is probably around 57% of people. So more than half of the world they speak present simple tense. അതായത് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് present simple tense യൂസ് ചെയ്തിട്ടാണ്. Okay, I drink tea, they drink horses, they ride horses എന്നൊക്കെ പറയുന്നത് present simple tense ആണ്. Okay. നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കൂ. Take your notebook. I write down the heading present simple tense. സ്ക്രീനിൽ കാണുന്ന നോട്ടിന് പുറമെ ഞാൻ കുറച്ച് എക്സ്ട്രാ നോട്ട്സുകൾ തരാം, അത് എഴുതിയെടുക്കും. ഓക്കെ, write down the heading present simple tense. Then write an example. I drink tea. ഞാൻ ചായ കുടിക്കുന്നു. I drink tea.
Then we go to the gym. ഞങ്ങൾ ജിമ്മിലേക്ക് പോകുന്നു. We go to the gym. We go to the gym. Then he drinks 3 cups of coffee every day. He drinks 3 cups of coffee every day. He drinks 3 cups of coffee every day. You drink 3 cups of coffee every day. Okay. എഴുതിയോ എല്ലാവരും? കഴിഞ്ഞോ? കഴിഞ്ഞോ? I write a letter. Yeah. അപ്പൊ ഇതൊക്കെ എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസില് വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് പിന്നെ ഇവിടെ സ്ട്രക്ചർ നോക്കൂ. സബ്ജക്ട് പ്ലസ് ബേസ് ഫോം ഓഫ് വേർബ്, അതായത് V1. സബ്ജക്ട് ഏതാണോ അതിന്റെ കൂടെ V1 ആയിരിക്കും. I, you, we, they കൂടെ V1 ഫോം ആയിരിക്കും. അപ്പോ ഒരു പിന്നെ he, she, itന്റെ കൂടെ എന്താണ്? V1 ഫോം, ബേസ് ഫോം ഓഫ് വേർബ്. ഇപ്പോ he, she, it ഒക്കെയാണ് വരുന്നെങ്കിൽ നമ്മള് സിംഗുലർ വേർബ് ഏതാ യൂസ് ചെയ്യാം? ഇങ്ങനെ യൂസ് ചെയ്യാം, വേർബ്സ് അല്ലെ, എസ് ആഡ് ചെയ്യണം. ഓക്കെ, എഴുതണോ അത്? ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയത്തില്ലേ മിസ്സേ? യാ, ഹി റൈറ്റ്സ് എന്നാ പറയുള്ളൂ. ഹി എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ടതും എന്താണ്? സിംഗുലർ സബ്ജക്റ്റ് വേർബ് ആണ്. സോ റൈറ്റ്സ് ആണ്. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റിനൊപ്പം നമ്മൾ വെർബ് എന്താ? പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യുക. അപ്പൊ എന്താ? യു ആണ് സബ്ജക്റ്റ് എങ്കിൽ എന്താ വരാ? റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ആണോ വരാ? റൈറ്റ്സ് ആണോ വരാ? റൈറ്റ്സ്. റൈറ്റ് ആ വരാ. റൈറ്റ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പൊ എഴുതിക്കോളൂ. I/you/we/they. I, you, we, they. ഒരു ഹൈഫൺ ഇടാ, എഴുതാ. പ്ലൂറൽ വേർബ്. പ്ലൂറൽ വേർബ് കാരണം I, you, we, they എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ വി ക്യാൻ യൂസ് ദർ പ്ലൂറൽ വെർബ്. ഓക്കെ, പ്ലൂറൽ വെർബ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? എസ് ആഡ് ചെയ്യാൻ പാടില്ല. സോ വർക്ക്, റീഡ്, റൈറ്റ്, സിംഗ്, ഡാൻസ്, ഈറ്റ്, ഡു. ഓക്കെ, ക്ലിയർ? എഴുതണമെങ്കിൽ എഴുതിക്കോളൂ കേട്ടോ. വർക്ക്, ഡൺ, ഡു, ഈറ്റ്, റൈറ്റ്, റീഡ്, വാക്ക്. അടുത്ത് എഴുതാം he, she, it. he, she, it എന്നൊക്കെ പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. സോ ഹൈഫൺ എഴുതാ. വെർബ് ഏതാ വരാ? സിംഗുലർ വേർബ് ആണ് വരാ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് ആണ് വരാ. സോ എന്തൊക്കെയാ വരാ? റൈറ്റ്സ്, റീഡ്സ്, പ്ലേസ്, ഈറ്റ്സ്, ഡസ്, ഡു, ഡസ് അല്ലെ. he, she, itന്റെ കൂടെയാണ് ഡസ് വരാ. I, you, we, they കൂടെയാണ് ഡു വരാ. കഴിഞ്ഞോ? ഇത് കഴിഞ്ഞോ എല്ലാവരും? പറയൂ. യെസ് മിസ്സേ, സബ്ജക്റ്റ് പ്ലസ് V2 പാസ്റ്റ് ഫോം ആകുമ്പം ഹി റൈറ്റ്സ് ലെറ്റർ എന്ന് പറയുമ്പോ അത് ഹി റോട്ട് എ ലെറ്റർ എന്നാവുമോ? അതാണോ കറക്റ്റ്? ഹി റൈറ്റ്സ് ആണ്. ഹി റോട്ട് എന്ന് പറയുമ്പോ അത് പാസ്റ്റ് അല്ലേ? സിമ്പിൾ പാസ്റ്റിന്റെ സബ്ജക്റ്റ് പ്ലസ് V2 പാസ്റ്റ് ഫോം വരുമ്പോ ഞാനിപ്പോ പറയുന്നത് പ്രസന്റ് അല്ലേ? അല്ല, അങ്ങനെ വരുമോന്നാണ് ചോദിച്ചത്. അത് പാസ്റ്റ് ടെൻസ് മാറുമ്പോ വെർബ് മാറും. ഓക്കെ, ഓക്കെ ഓക്കെ.
അപ്പൊ നമ്മൾ നോക്കുന്നത് പ്രസന്റ് ആണ്. അതാണ് റൈറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ എഴുതാം റൂൾ നമ്പർ 1. ഹെഡിങ് ഏതാ? റൂൾ നമ്പർ 1. ഈ റൂൾസ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അല്ലാതെ റൂൾസ് ഒന്നും ഇല്ല. സോ ഇതാ റൂൾ നമ്പർ 1. Present simple tense is used for general statement, habits, and fact. Present simple tense is used for general statement or universal truth. General statement or universal truth, habits, and fact. Present simple tense is used for general statement, universal truth, habit, and fact. Fact means vastuda. FACT, fact. യൂണിവേഴ്സൽ കഴിഞ്ഞിട്ട് Universal truth, habit, ശീലങ്ങൾ, habits, and fact. Present simple tense is used for general statement, universal truth, habits, and fact. Yeah, finished. Example ega. The sun rises in the east. The sun rises in the east. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് അല്ലെ? സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. The sun rises in the east. അതെന്താണ്? അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. So we can say it in present simple tense. The sun rises in the east. The next example, water boils at 100 degrees Celsius. Sindhu, please mute yourself. Next example, water boils at 100 degrees Celsius. Water boils at 100 degrees Celsius. That is a fact. A fact another. So we can say it in simple present tense. So the other example is, I am a teacher. I am a teacher is a simple statement. So next example is, I am a teacher. I am a teacher. Then we can say in the other way, you are a student. You are a student. You can say it like that. You are a student. You can write it an example. You are a student. So these are a simple present tense. We can use it. And the simple present tense you പറയാൻ പറ്റും. So ഇതൊക്കെയാണ് ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, ഹാബിറ്റ് ആണ്. സോ സ്ക്രീനിൽ നോക്കൂ, ഇവിടെ എക്സാമ്പിൾ നോക്കി. ഐ ഗോ ഫോർ എ വാക്ക് എവറി ഡേ. അതൊരു ഹാബിറ്റ് ആണ് അല്ലെ? വി യൂഷ്വലി ഗെറ്റ് ഹോം ബൈ 5 PM. അതെന്താണ്? അതും ഒരു യൂഷ്വലി എപ്പോഴെത്തുന്നതാണ്, അതൊരു ഹാബിറ്റ് ആണെന്ന് പറയാം അല്ലെ? പിന്നെ ദ മീറ്റിംഗ് ബിഗിൻസ് അറ്റ് 10 AM. അതെന്താണ്? ഒരു സ്കെഡ്യൂൾഡ് ഇവന്റ് ആണ്. സോ you can write the next heading is rule number 2. Rule number 2. Simple present tense is used for scheduled events in the future. Simple present tense is used for scheduled events in the future. Scheduled event in the future. Simple present tense is used for scheduled events in the future. കാരണം ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇവന്റ്സിനെ കുറിച്ച് പറയാനായിട്ട് നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. സോ നിങ്ങളിപ്പോ പറയാണ്,
എനിക്ക് നാളെ ഒരു ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പറയാം എനിക്ക് ഇപ്പോ അടുത്ത ക്ലാസ് എനിക്കിപ്പോ 2:30-ക്കാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ എഴുതാം. The train arrives at 6 p.m. The train arrives at 6 p.m. 6 മണിക്ക് എന്താ ട്രെയിൻ എത്തും എന്നാ പറയുന്നത്. ഫ്യൂച്ചറിലെ കാര്യമാണ്, വരാൻ പോകുന്ന കാര്യമാണ്. പക്ഷെ എന്താണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് അല്ല ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, പ്രസന്റ് ആണ്. കാരണം എന്താണ്, അത് ഇപ്പോ ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്തതാണ് അല്ലെ. 6 മണിക്ക് ട്രെയിൻ വരുമെന്ന് ഉറപ്പാണ്, അത് സ്കെഡ്യൂൾ ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് അങ്ങനെ പറയാം. Okay, the train arrives at 6 p.m. And write down the next example. The flight is at 2 a.m. The flight is at 2 a.m. The last one. The movie starts at 4 o'clock. The movie starts at 4 o'clock. Yeah, these are all events in the future. Right? So why are you using simple present tense? Can anyone say the answer? Why are you using simple present tense? No. Second example. The flight is at 2 a.m. Flight 2 മണിക്കാണ്. The flight is at 2 a.m. Third one, the movie starts at 4 o'clock. 4 മണിക്ക് സിനിമ തുടങ്ങും. The movie starts at 4 o'clock. So, there are എന്താണ് scheduled event ആണ് അല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു, why are you using simple present tense? That because you already scheduled in the calendar. Already scheduled event ആണ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് simple present tense യൂസ് ചെയ്തത്. So they are like a fact, so we can use simple present tense. Clear ആണോ? Is it clear? Do you have any doubt? If you have any doubt, please ask me. No, clear. Okay, write down the next rule, rule number 3. Rule number 3. Simple present tense is also used in story writing to create drama. Simple present tense is also used in story writing to create drama. നമ്മള് ഒരു സ്റ്റോറി വായിക്കാണെന്ന് വെക്കുക, നമ്മൾ എഴുതുകയാണെങ്കിലും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും അത് എഴുതാം. കാരണം നമ്മൾ ആ സ്റ്റോറി വായിക്കുമ്പോൾ നമ്മൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെ. ശരിയല്ല, നമ്മൾ കഥ വായിക്കാൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായിട്ട് തോന്നുള്ളൂ. കാരണം എന്താണ് അവർ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. Okay, write down the example. I walk into the store. I walk into the store. Let's imagine. Imagine ചെയ്തു. Okay, I walk into the store. ഞാൻ സ്റ്റോറിലേക്ക് പോയി. നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അങ്ങനെ സ്റ്റോറി അങ്ങനെയല്ല, നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും. So I walk into the store. Then next one, he walks up behind me. He walks up behind me. He walks up behind me. അവൻ എന്റെ പുറകെ നടന്നു അല്ലെ. ഞാൻ സ്റ്റോറിലേക്ക് പോയി, അപ്പൊ അവൻ എന്റെ പുറകെ നടന്നു, പുറകെ വന്നു എന്ന് പറയാം അല്ലെ. He walks up behind me. The third one is they pulled out. They pull out their gun. They pull out their gun and fire. They pull out their gun and fire.
അപ്പൊ ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഞാൻ സ്റ്റോറിലേക്ക് പോയി, ഒരാളെ പുറകെ വന്നു, അയാൾ അവരെ ഗൺ പുറത്തെടുത്തു, ഫയർ ചെയ്തു. അല്ലെ? സ്റ്റോറി ഇങ്ങനെയല്ലേ വരാം. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, ഒരു നടന്ന കാര്യം പോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റും അല്ലേ? സോ സ്റ്റോറി ഈസ് story writing can use the present simple tense. Clear? എഴുതി കഴിഞ്ഞോ? Yeah. Write down the last row. ഒന്നുകൂടി പറയാമോ? ഓക്കെ. എഴുതി കഴിഞ്ഞാണോ? നബ്ബ എഴുതി കഴിഞ്ഞതാണോ? പറയൂ നബ്യ, എഴുതി കഴിഞ്ഞു? മനസ്സിലായില്ലെന്നോ ഉദ്ദേശിച്ചേ? ഓക്കെ. നമ്മുടെ ഒരു കഥ, ഓക്കെ, നമ്മുടെ സ്റ്റോറി. ഇപ്പൊ നബ്ബയുടെ ബുക്ക് വായിക്കാൻ വിചാരിക്കും. ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തായിരിക്കും ആ ബുക്ക് എഴുതാം. കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി പൊതുവെ സ്റ്റോറി ഇങ്ങനെ എഴുതാറില്ല, ശരിയല്ലേ? ഞാൻ അവിടെ പോയിരുന്നു, അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അവൻ എന്നെ അങ്ങനെ ചെയ്തു, അല്ലേ? പക്ഷെ എന്താ, ഒരു കഥയാകുമ്പോ ഞാൻ ആ കടയിൽ പോയി, അപ്പൊ ഒരാളിന്റെ പുറകെ വന്നു, അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ പുറത്തെടുത്തു, അവിടെ ഫയർ ചെയ്തു, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്തു വന്നു, അല്ലെ? ഞാൻ പോയി, അങ്ങനെ പറയുമ്പോഴൊക്കെ എന്താ, അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ നബ്യ? ക്ലിയർ ആയോ? പറയൂ. Okay, the last rule, rule number 4. എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ടാവും. So there is also a negative sentence. So let's look at the negative sentence in the present simple tense. Write down negative sentence in the present simple tense. Rule number 4, negative sentence in the present simple tense. Okay, write down the example. I do not paint. I do not paint. Do not എഴുതിയെങ്കിലും don't എഴുതാം. കാരണം do plus not ആണ് don't വരാം. You can write it down like that, don't. Okay, I don't paint. They don't swim. They don't. Yeah, rule number 4. Negative sentence in the present simple tense. Rule number 4 നമ്മൾ നെഗറ്റീവ് സെന്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. So write it down like that. Negative sentence in the present simple tense. So then write down the examples. I don't paint. I don't paint. I don't paint. I don't paint. Second one, they don't sing. അവര് സിം ചെയ്യില്ല അല്ലെ? They don't sing. സോ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരിക? സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരിക? സബ്ജക്ട് പ്ലസ്, എഴുതിക്കോളൂ, സബ്ജക്ട് പ്ലസ്, സബ്ജക്ട് ഏതെങ്കിലും എസ് എന്ന് എഴുതിയാലും മതി, നിങ്ങൾക്ക് മനസ്സിലാവണം സബ്ജക്ട് ആണുള്ളത്. ഓക്കെ, സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് നോട്ട് പ്ലസ് മെയിൻ verb. Main verb means V1. Okay. Subject plus do or does plus not, not, not plus main verb. Okay, എങ്ങനെ വരാം? അപ്പോ ഒരു എക്സാമ്പിൾ നോക്കൂ. I don't like spicy food. I don't like spicy food. I don't like spicy food. Example. I don't like oranges. Yeah, I don't like oranges. Oranges means
ഓറഞ്ചസ് എന്ന് പറയുന്നത് ഓറഞ്ച് എന്ന് പറഞ്ഞ എനിക്ക് ഓറഞ്ച് ഇഷ്ടമല്ല. ഓറഞ്ചസ് വേണ്ട, ഓറഞ്ച്. ഐ ഡോണ്ട് ലൈക്ക് ഓറഞ്ച്. അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല എന്നെങ്ങനെയാ പറയാം? അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. She don't like ice cream. She doesn't like ice cream. Yeah, she doesn't like. He, she, it ഒക്കെ വരികയാണെങ്കിൽ ഡസ് എഴുതാം. He, she, it hyphen does or doesn't. Okay. He, she, it ആണെങ്കിൽ does ആണ് യൂസ് ചെയ്യുക. So we can say that she doesn't like ice cream. Okay. I, you, we, they ആണ് വരുന്നെങ്കിൽ do. അതിന്റെ നെഗറ്റീവ് എന്താ? don't. Okay. I, you, we, they hyphen do or don't. ഇനി മിസ്റ്റേക്ക് വരുമോ? No, ma'am. അപ്പോ അവർക്ക് ഞങ്ങൾക്ക് സാറ്റർഡേ ക്ലാസ് ഇല്ല എന്ന് പറയൂ. We have doesn't class in Saturdays. Sorry. Okay. പറയൂ, ഇനി പറയൂ. We don't have class on ആണ് Saturday. വരേണ്ടത്. ഡോണ്ട് അല്ലേ വരാ ബിൻഷ? ഓക്കെ. We don't have class on Saturday എന്നല്ലേ വരാ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ I, you, we, they എന്റെ കൂടെ don't, do ആണ് വരാ. He, she, it ആണെങ്കിലാണ് does വരാ. ഓക്കെ. വേറെ പറയാം. പൂച്ചയ്ക്ക് പാൽ ഇഷ്ടമല്ല, സോറി വെള്ളം ഇഷ്ടമല്ല എന്നെങ്ങനെയാ പറയാ? പൂച്ചയ്ക്ക് വെള്ളം ഇഷ്ടമല്ല. പറയൂ മിണ്ടാതിരിക്കില്ലേ, പറയൂ. Cat doesn't like water. Cat doesn't like water. ബിൻഷ പറയൂ. ബിൻഷ പോയോ? ബിൻഷ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. പറയൂ പറഞ്ഞു നോക്കൂ. പറയൂ ബിൻഷ, പറഞ്ഞു നോക്കൂ. പറയൂ, തെറ്റിയാലും കുഴപ്പമില്ല, പറയൂ. പൂച്ചയ്ക്ക് Cat doesn't like water. അല്ല, ഇതൊക്കെ കൺഫ്യൂഷൻ എന്താണ്? ക്യാറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അനിമൽ ആണ് അല്ലേ? സോ വി ക്യാൻ യൂസ് ഇറ്റ്. ഇറ്റ് ആണ്, ശരിയല്ലേ? ക്യാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇറ്റ് ആയിട്ട് പറയാം. ഹി, ഷീ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അത് മെയിൽ ഫീമെയിൽ അല്ല, അതൊരു അനിമൽ ആണ്. സോ ഇറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇറ്റ് ആണ് അവിടെ വരണമെങ്കിൽ എന്താ യൂസ് ചെയ്യേണ്ടത്? does. ഡസ് ആണ്. അപ്പൊ കറക്റ്റ് അല്ലേ ബിൻഷ പറഞ്ഞത്? കറക്റ്റ് ആണോ? ആണ്. ഓ, ഇത്രേ ഉള്ളൂ. കാറ്റ് ഡസന്റ് ലൈക്ക് വാട്ടർ. കാറ്റ് ഡസന്റ് ലൈക്ക് വാട്ടർ. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ എല്ലാം പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ. ദെൻ എനിക്ക് എന്താ പറയാ, എനിക്ക് അവിടെ പോവാൻ ഇഷ്ടമല്ല. എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമല്ല. I don't like
I don't like go there. I don't like Go there. I don't like To to go go there. there. I Yeah. don't like to go there. Yeah, correct. I don't like to go there. Prepositions ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. Okay. I don't like to go there. അപ്പോൾ ഡസും ഡൂം യൂസ് ചെയ്യാൻ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പ്രസന്റ് സിമ്പിൾ ടെൻസ് 4 റൂൾസ് പഠിച്ചു. അപ്പൊ നമുക്കൊന്ന് പെട്ടെന്ന് റിക്യാപ്പ് ചെയ്ത് പോകാം. ഓക്കെ, പ്രസന്റ് സിമ്പിൾ ടെൻസ് എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ ആണ്. സിമ്പിൾ സിറ്റുവേഷനിൽ പറയാനാണ് നമ്മൾ പ്രസന്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യുക. സോ ദ എക്സാമ്പിൾ ഈസ് ഐ ഡ്രിങ്ക് ടീ, there are the horses, we go to the gym. Okay, the structure is subject plus base form of verb. We can say subject plus V1. Okay, so next we can use the simple present tense is used for general statement, universal truth, habits, and fact. The example is the sun rises in the east. This example is another universal truth. So other one is water boils at 100 degrees Celsius. So this is a fact. Then I'm a teacher. I'm a teacher means simple situation. Simple situation. Okay. Then simple present tense we can use for scheduled events. In the future, future schedule ചെയ്ത ഇവന്റ്സിനെ കുറിച്ച് പറയാനാണ് നമ്മൾ simple present tense യൂസ് ചെയ്യാറുണ്ട്. The example is the train arrives at 6 p.m. and also the meeting begins at 10 a.m. These are also scheduled events in the future. So we can say that in present simple tense. Okay. The next we can use the present simple tense is also used for story writing. So story writing പറയാൻ നമ്മൾ simple present tense use ചെയ്യാറുണ്ട്. So the example is I walk into the store and he walks up behind me. So just we can say anything in simple present tense for writing any stories. Okay. Then the negative sentence in simple present tense is I, you, we, they. The you, we, they, the subject. Then we can use do or don't. Then he, she, it. We can use does or doesn't. The example is I don't like ice cream is the negative sentence. Then he doesn't like ice cream. So clear ആണോ? Simple present tense എല്ലാവർക്കും ഷോർട്ട് ആയിട്ട് ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? പറയൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് റെസ്പോണ്ട് ചെയ്യണോ? ഉണ്ടാതിരിക്കരുത്, റെസ്പോണ്ട് ചെയ്യൂ. വിൻഷ മനസ്സിലായോ? വിൻഷ ആർക്കെങ്കിലും മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? മാം 1-2 എക്സാമ്പിളും കൂടെ പറയൂ. 1-2 എക്സാമ്പിൾ. എന്തിനാണ് എക്സാമ്പിൾ വേണ്ടത്? അതായത് നമ്മൾ ഡസും ഡൂം യൂസ് ചെയ്യില്ലേ, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് ഒരെണ്ണമെങ്കിലും മതിയായിരുന്നു. ഡസൻ ഡൂ നമ്മൾ വേറെ ക്ലാസ്സിൽ പഠിക്കും. നമ്മൾ ഓക്സിലറി വെർബ് പഠിക്കുമ്പോൾ ഡസൻ ഡൂവും നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോ ഞാനത് പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഡസൻ ഡൂവിന്റെ കൺഫ്യൂഷൻ വിട്ടേക്കൂ. പ്രസന്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലായോ വിൻഷയ്ക്ക്? ക്ലിയർ ആയി. എല്ലാവർക്കും മനസ്സിലായോ? Yes, miss. അപ്പോ ഒരു കാര്യം ചെയ്യൂ, മനസ്സിലായിടത്തോളം നിങ്ങളൊന്ന് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ഒന്ന് ഇംഗ്ലീഷിൽ പറയൂ. തെറ്റാനും കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ പറയണം, മസ്റ്റാണ്. പ്രിപ്പയർ ചെയ്യാൻ ടൈം വേണോ അല്ലെങ്കിൽ എഴുതാൻ ടൈം വേണോ?
എന്ത് പറയാനാ മാം? ഞാനിപ്പോ പറഞ്ഞ പ്രസന്റ് സിമ്പിൾ ടെൻസ് ഇല്ലേ, അത് പ്രസന്റ് സിമ്പിൾ ടെൻസ് എന്താണെന്നും അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോ പറഞ്ഞോ അത് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഓൺ വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് ഇംഗ്ലീഷിൽ ഒന്ന് പറയും. പറയുമോ? ഒരു കാര്യം ചെയ്യും, മലയാളത്തിൽ പറ, എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷിലാക്കാം. എക്സാമ്പിൾസ് ആണോ പറയണ്ട? എക്സാമ്പിൾസ് എല്ലാം ഞാനിപ്പോ പറഞ്ഞില്ലേ, സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മള് സിമ്പിൾ സിറ്റുവേഷൻസ് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ എന്നിട്ട് ഒരു എക്സാമ്പിൾ പറയാ, ഐ ഡ്രിങ്ക് ടീ, അത് എക്സാമ്പിൾ ആണ്. Then we can use simple present tense in the simple situation, a general situation, and universal truth, habits, fact. Then you can say examples about of that. Then we can use the simple present tense in scheduled events. Then example പറയുക. Then we can use story writing. അല്ലെ, അങ്ങനെ ഒരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് പറയൂ. എന്താണോ മനസ്സിലായത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് ഒന്ന് പറഞ്ഞാൽ മതി. പറയുമോ ആരെങ്കിലും? ഞാൻ പേര് വിളിക്കണോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് പറയോ? മിസ്സേ റൈറ്റ് ചെയ്യാം. റൈറ്റ് ചെയ്യാം, പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു 5 മിനിറ്റ്, കാരണം സമയമില്ല, എല്ലാവരും എഴുതിക്കോളൂ. ഒരു ഷോർട്ട് നോട്ട് ആക്കി എഴുതാം, എന്നിട്ടൊന്ന് പറഞ്ഞേ. കോൺഫിഡൻസ് വേണ്ടേ? അപ്പൊ എല്ലാവരും എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാതെ തന്നെ ഞാൻ പറയാം മിസ്സേ എന്ന് പറഞ്ഞു വാ. ഓക്കെ, തെറ്റിയാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സംസാരിക്കണം. കഴിഞ്ഞോ? ആരുടെയെങ്കിലും കഴിഞ്ഞോ? ഓരോരുത്തരായിട്ട് ലെഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, കഴിഞ്ഞോ ആരെങ്കിലും? സമയം മിസ്സേ പറയട്ടെ? പറഞ്ഞോളൂ. ഓഫ് കോഴ്സ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ടു എക്സ്പ്രസ് ആക്ഷൻ ജനറൽ ആൻഡ് ഒരു പ്ലാൻഡ് ഫ്യൂച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇതായിരിക്കുമല്ലോ. മൊത്തം ഇംഗ്ലീഷിൽ പറയണോ അതോ? മൊത്തം ഇംഗ്ലീഷിൽ പറയണം, പിന്നെ പറയണ്ടേ? ഇംഗ്ലീഷ് സംസാരിക്കണ്ടേ? പറയൂ. To express actual action general through their planned future and to introduce quotation. Example, honey is sweet. അല്ലെങ്കിൽ the sun rises in the east. പറയാം. ഓക്കെ. തെറ്റാണോ? തെറ്റാണെങ്കിൽ പറയണം. ഇല്ല, പറയൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ സംസാരിക്കൂ. തെറ്റാണെന്ന് ഓർത്ത് വെറുതെ ടെൻഷൻ എടുക്കണ്ട. ഓക്കെ, സംസാരിച്ച് ശരിയാവൂത്. പറഞ്ഞോളൂ. കുറച്ച് സമയം അല്ല, ബാക്കിയുള്ളവർ പറയട്ടെ, ഞാൻ അത് കഴിഞ്ഞ് പറയാം. ഓക്കെ, വേറെ ആരുടെ കഴിഞ്ഞേ? കഴിഞ്ഞവര് പറയൂ. കഴിഞ്ഞ ആരുടെങ്കിലും? അശ്വനി,
അശ്വിനി ദീപേഷ് കഴിഞ്ഞു. അശ്വിനി ഷാനി. ഹലോ. ഓക്കെ, ഷാനി പറയൂ. In present simple tense, we can use I, you, we, they plus do plus V1 form. He, she, it plus does plus V1 form. Okay. Yeah. Simple present tense. Simple present tense is used for general statement, universal truth, habits, and facts. Wait. നോട്ട് നോക്കി പറയരുത്. ഓക്കെ, ഷാനിക്ക് എന്താണോ മനസ്സിലായത് അത് പറയൂ. ഓക്കെ, റെഡി? Okay. പറയൂ, പറഞ്ഞോളൂ. We can use simple present tense in general statement. പിന്നെ ഹാബിറ്റ്സ്, എക്സാമ്പിള്, he is a doctor. Yeah. Also simple present tense used for a particular scheduled event. Scheduled അല്ല, scheduled. Scheduled event. Example, the bus reaches at 12 o'clock. Yeah, 12 o'clock. Okay. And also simple present tense is used create a story and drama. Create a story or write a story. Then also simple present tense is used in negative sentence. We can use subject plus do or does plus not. Yeah. Not plus main verb. Okay, ഷാനിക്ക് ഇപ്പൊ ക്ലിയർ ആയോ? Okay. ഓക്കെ, അപ്പൊ മ്യൂട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് ആരാ? സിന്ധു. കംപ്ലീറ്റ് ആയില്ല മാം. ആവണത് ആയത് പറയാം. എന്തോ കംപ്ലീറ്റ് ആയില്ല, ആയത് പറയാം. Simple present tense is a single sentence. I like drink. Simple present tense is an action word. I drink coffee. Then simple sentence is used for general sentence and universal. I am a housewife. Simple present tense used future. നമ്മൾ എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസ് പറയണ്ട. യൂസ് ചെയ്യാലോ. ഈസ് ഓൾസോ യൂസ്ഡ് അങ്ങനെ പറയാലോ. എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് എന്ന് പറഞ്ഞു ഒരു സെന്റൻസ് കഴിഞ്ഞു. Then സിന്ധു സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് എന്നാണ് പറയുന്നത് അല്ലേ? സോ അവിടെ നമുക്ക് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഇൻസ്റ്റഡ് ആയിട്ട് നമുക്ക് ഇറ്റ് യൂസ് ചെയ്യാലോ. ഇറ്റ്. Yeah, അങ്ങനെ പറയൂ. ആദ്യം നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു എന്താ യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയാം. Then നമുക്ക് പറയാം ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ എ സ്കെഡ്യൂൾഡ് ഇവന്റ് എന്ന് പറയാം. അത് ഇനി സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കണം. ഓക്കെ, നമ്മൾ എപ്പോഴും ഓരോന്നോരോന്ന് പറയാം. അതിന് പകരം ഇറ്റ് ആയിട്ട് യൂസ് ചെയ്യും. Okay. ഓക്കെ, പറയൂ. It is used for future.
For future. എന്തിനാ? Next Sunday we are going native. ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ ആണോ പറയണേ? Future. Next future planning. ഫ്യൂച്ചർ ഇവന്റ് അല്ലെ? എപ്പോഴും ഇവന്റ്സ്. Okay, future event. Okay, miss. Next, it is used writing, create drama. സോറി. Next idea, miss. Okay. Any other one? Reshma. Yes, ma'am. പറഞ്ഞോളൂ. The present simple tense is a basics tense, and we use it when an action happens regularly in the like present. Yeah. Okay. It is used for making a general statement or universal truth or habit, routines and facts, etc. Like example, the moon shines at night. Yeah. Okay. And it is also used for scheduled events which will happen in future. Example, the bus arrives at 8:30 a.m. It is also used for story writing or creating a drama. Example, Sarah works in an office. She comes in every morning, like that. Yeah. And it is also used for creating a negative sentence, like Yeah. I don't go to the movie regularly, like that. That's it, ma'am. That's it. Yeah. Good one. Thank you, ma'am. Next, Vilsha. Vilsha, are you here? Yes, ma'am. Yes, പറയൂ. Simple present tense used in general statement like the sun rise in the east, or we can use habit. Example, I wake up early in the morning. Next, it's used in simple. It's used to stay tuned events. Use. Example, the train arrives at 6 p.m. It's also used as simple present tense. It's also used as story writing and creating dramas. And it's also used for negative sentences, making negative sentences. Except I don't paint, I don't like paint. Paint, I don't swim. Okay, ma'am. Yeah, clear. Okay. എങ്ങനെയുണ്ട് ഇപ്പോ സംസാരിച്ചെന്ന് തോന്നുന്നു? ഇംപ്രൂവ് ആവുന്നുണ്ടോ? എല്ലാവരോടും കൂടിയാ ചോദിച്ചേ. സംസാരിച്ചവർക്ക് എന്ത് തോന്നുന്നു? ഇംപ്രൂവ് ആവുന്നുണ്ടോ? Okay, ma'am. Yes. ഏഞ്ചൽ മരിയ എഴുതിയത് ഞാൻ വായിച്ചു, കറക്റ്റ് ആണ്. ഓക്കെ, പക്ഷേ സംസാരിക്കാൻ ശ്രമിക്കൂ കേട്ടോ. എന്നാലും ആ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. ഓക്കെ, ക്ലാസ് എങ്ങനെയുണ്ട്? ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്, റെസ്പോണ്ട് ചെയ്യൂ. നമുക്ക് മൈൻഡ് ചെയ്യണ്ടേ? യാ, ഓക്കെ, നമുക്ക് മൈൻഡ് ചെയ്താലോ ക്ലാസ്? Okay, miss. Okay, thank you all. Thank you all.